ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം ബ്ലോഗ്സ്. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോ ആണെന്നല്ലോ. അതെ, ഇന്ന് നമ്മളെ റസാഖാൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. ഫിഫ മെഹറി എന്നാണ് കേട്ടോ മോളെ പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോവാണ്. നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും വൈഫ് അവരെല്ലാവരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവരെത്തിയിട്ടുണ്ട് കേട്ടോ, അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പോവാണ്. അപ്പം 3 മുത്തച്ഛന്മാരും എല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു കല്യാണത്തിനേക്കാളും ചെറിയൊരു പരിപാടി. അപ്പം ഏകദേശം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കിൽ ഞങ്ങളൊരു ഡ്രസ്സും കൂടി മേടിക്കാൻ വിചാരിച്ചിട്ട് അതും കൂടി നോക്കുകയാണ്. നമ്മൾ വണ്ടിയും അതുപോലെ തന്നെ ഡ്രസ്സുമാണ് കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പം വണ്ടി ഷോപ്പിലായിരുന്നു കേട്ടോ കൊണ്ടുവരുന്നത്. അത് പിന്നെ കാറിലാണ് കൊണ്ടുവരാൻ പറ്റും, കാരണം സ്കൂട്ടിയിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സാജിക്കൊക്കെ കേക്ക് എടുക്കാൻ വരുന്ന സമയത്ത് അതെടുത്തിട്ട് കൊണ്ടുവരും ഷോപ്പിൽ നിന്ന്. പിന്നെ ഡ്രസ്സ് കേട്ടോ, അങ്ങനെ പിന്നെ ഇതാ പേയ്മെൻ്റൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഒരു ഫ്രോക്ക് ചെയ്യുന്നു കേട്ടോ, വാങ്ങിയിട്ടുണ്ടെന്ന് ഒരു ഉടുപ്പ്, ഒരു നെറ്റിൻ്റെ ഒക്കെ ഉടുപ്പ് കേട്ടോ. കുട്ടിക്ക് ഭയങ്കര കുത്തലൊന്നും ഉണ്ടാവില്ല, കാരണം ഭയങ്കരമായിട്ടുള്ള കുത്തുന്ന ടൈപ്പല്ല, സീക്വൻസ് ഒന്നും അങ്ങനെ വരുന്നില്ല, നെറ്റിൻ്റെ മോഡൽ തന്നെ. എന്നാലും ഫങ്ഷൻസിന് ഇടാൻ പറ്റുന്ന കേട്ടോ, ഒരു റെഡും വൈറ്റൊക്കെ വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഫ്രോക്ക് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ്. അങ്ങനെ ഇതാ റസാഖാൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടേഴ്സ് എൻ്റെ താഴെ തന്നെ ഇവരെല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. ഇത് ഏട്ടനും ഞാൻ പറഞ്ഞല്ലോ, ഏട്ടന്മാരും കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, മുത്തച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും കൂടി വന്നതിന് ശേഷമാണ് പിന്നെ മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ കവർ കണ്ടപ്പോൾ ഞാൻ നമ്മൾ വാങ്ങിയ ഷോപ്പിൽ നിന്ന് തന്നെയാണ് അവർ വാങ്ങി വെച്ച് നോക്കിയത്. പക്ഷേ അല്ല കേട്ടോ, വേറെ ഷോപ്പിൽ നിന്നായിരുന്നു. അങ്ങനെ ഇതാ സ്റ്റെപ്പ് കയറി പോവുകയാണ്. അപ്പോൾ അവർ 3ാമത്തെ നിലയിലാണ് കേട്ടോ താമസം. 3ാമത്തെ നിലയിൽ 2ാമത്തെ ഏറ്റവും ടോപ്പിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ പോവാണ്, നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചതായിരുന്നു. പിന്നെ ഇത് ഒരു 7 മണിക്കായിരുന്നു കേട്ടോ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തത്. പക്ഷേ എങ്കിൽ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ 8:30, 8:45 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേ കോള് മോള് ഇഫ മോള്. അപ്പം ആളിതാ വൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കസിൻസും അതുപോലെ തന്നെ റസാഖും പെണ്ണുങ്ങളും എല്ലാവരും വൈറ്റ് ആയിരുന്നു കേട്ടോ, വൈറ്റ് തീമിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ തലേ ദിവസം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ഇനിയെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അങ്ങനെ ഇതാ ഇനി എസക്കുട്ടീനെ എല്ലാവരും നോക്കുകയാണ് കേട്ടോ, കാരണം റസാഖാൻ്റെ പെങ്ങളെ മോളൊന്നും കണ്ടിട്ടില്ല, കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. അവർ ബേബീനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ പെർമിഷൻ ഇല്ലായിരുന്നു കേട്ടോ. കുട്ടിയും ഞാനൊക്കെ ICUലായതുകൊണ്ട് ഇപ്പം വന്ന നിയമമാണ്, ഡിസ്ചാർജ് ചെയ്യുന്നവരെ ICUവിൻ്റെ നിന്ന് ആരും ഇറക്കൂല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും, ആരും ഉണ്ടാവില്ല, നഴ്സുമാരും നമ്മൾ പേഷ്യൻസും മാത്രമാണ് കേട്ടോ ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് ബേബീനെ എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവരും കുട്ടീനെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതാ ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ, ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ നേരെ മുകളിലേക്ക് വന്നിട്ട് ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മഴ പെയ്താലും കുഴപ്പമില്ല, അല്ലെ പിന്നെ നമ്മൾ കുടയൊക്കെ പിടിക്കണമല്ലോ. അപ്പം എന്തായാലും ഈ ഒരു ടെറസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ, കാരണം ഇവരെ കല്യാണത്തിൻ്റെ ഫുഡും കാര്യങ്ങളും ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതാ മോളെ ബർത്ത്ഡേയും അതുപോലെ തന്നെ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഏത് പേജാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല, കാരണം ചോദിച്ചിട്ടില്ലേന്നു കേട്ടോ, മറന്നുപോയി ചോദിക്കാൻ. ഇക്കാനോട് ചോദിച്ചപ്പം ആർക്കറിയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ അവരോട് ചോദിക്കാനും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, കുൽസുവിനോട് ചോദിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മോളെ ഫസ്റ്റ് മന്ത് മുതൽ 12th മന്ത് വരെ ഒരു കൊല്ലത്തെ ആ ഫോട്ടോസ് ഫുള്ളും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പേരും നല്ല ബോൾഡായിട്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബലൂൺസും കൊണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, രതീശ്വരനും ടീംസൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പം ഇനിയും കുറച്ചും കൂടി ആൾക്കാരെ വരാറുണ്ട്. പിന്നെ നമ്മളെ മെയിനായിട്ടുള്ള കേക്ക് എത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ കേക്ക്. ഞാൻ മുത്തച്ഛീൻ്റെ ഇത് ചോദിച്ചിട്ടുള്ളതായിരുന്നു, മുത്തച്ഛീൻ്റെ ഏട്ടത്തിയാണ് കേട്ടോ എന്താക്കുന്നത്, കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം താത്താൻ്റെ അടുത്തായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഏതാ മോഡൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളതായിരുന്നു. അപ്പം കേക്ക് എത്തണമെങ്കിൽ സാജിക്ക വരണം കേട്ടോ, സാജിക്കും കുഞ്ഞാവിയും കൂടിയിട്ടാണ് കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെത്തിയിട്ടില്ല.
പറ്റിയില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ മക്കൾ ഭയങ്കര കളിയിലാണ്. ആ ബലൂൺസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചറവറ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ എണ്ണം പൊട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പൊന്നൂൻ്റെ മിച്ചുവിൻ്റെ ഒക്കെ കാലിൽ അവിടെ ലൈറ്റിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ ഇതൊക്കെ വയറൊക്കെ കൂടിയിട്ട് കാരമിലൊക്കെ കുടുങ്ങി അതിൻ്റെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു സൈഡ് നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം വലിയൊരു ഫംഗ്ഷന് നമ്മളിപ്പം വോയിസ് ഓവർ ആ ടൈമിൽ തന്നെ വോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കേൾക്കൂല കേട്ടോ. ഫുൾ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോസിൽ നമ്മൾ വോയിസ് കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ഇതാ കുഞ്ഞാങ്കാക്കും എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഉണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടെറസിൻ്റെ മുകളിൽ എത്തിയവിടെ തന്നെ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. സേമിയ പായസം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സൈഡിൽ ഒരു പഴവും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ മക്കളെല്ലാവരും പറിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ബിരിയാണിക്ക് ആയിരുന്നു കേട്ടോ. അത് ഞാൻ കാണിക്കുന്നുണ്ട്, ഫുഡും കഴിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കേക്ക് എത്താനായി ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിളിച്ചു നോക്കിയപ്പം അവർ ആത്താൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇച്ചു ഞാൻ പറഞ്ഞല്ലോ ബലൂണുകളെല്ലാം ഒരാൾ ബലൂൺ എടുക്കാൻ പോയാൽ പിന്നെ എല്ലാവരും വൈക്ക് വഴിയായിട്ട് എടുക്കും. പിന്നെ ഞാൻ വയ്ക്കും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ച് നോക്കിയതായിരുന്നു. പക്ഷെങ്കിൽ ഒന്ന് വൃത്തിയാവുന്നില്ല കേട്ടോ. കാരണം ലൈറ്റിൻ്റെ ഇതുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ചില സ്ഥലത്ത് നല്ല ക്ലിയർ ഉണ്ടാവും, ചില സ്ഥലത്ത് ക്ലിയർ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയപ്പം പിന്നെ ഞങ്ങൾ അതങ്ങ് ഒഴിവാക്കിട്ടോ. ആദ്യം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞ് നിന്നതായിരുന്നു. പക്ഷേങ്കിൽ അത് ഫ്ലോപ്പായി. പിന്നെ ഇതാ കുറച്ച് നേരം രതീഷേട്ടൻ്റെ കൂടെ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് എത്തിയതിനൊക്കെ ശേഷിയിരുന്നു. അങ്ങനെ ഇതാ കേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മോനും ഒക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മോനും കുഞ്ഞാവ സാധിക്കാം മോനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാവി സാധിക്കും പോയിട്ടായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ കേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കാരണം ഡബിൾ ലെയർ ആയിരുന്നു കേക്ക്. അപ്പോൾ അതൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. സെറ്റാക്കി വെക്കുകയാണ്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഇതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ കുഴപ്പമൊന്നുമില്ല. അടിപൊളി കേക്ക് തന്നെയായിരുന്നു കേട്ടോ. കുൽഫീൻ്റെതായിരുന്നു കേട്ടോ. അപ്പം നമ്മളോട് ഏതാ വേണ്ടത് വെച്ചപ്പം കുൽഫി ആയിരുന്നു. പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്ലേവർ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ തീം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബലൂണിൻ്റെ കളർ ലൈറ്റ് പിങ്ക് ആയതുകൊണ്ട് കേക്കിൻ്റെ കളറും ഏകദേശം ഒരു വൈറ്റും അല്ല പിങ്കും അല്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വൈറ്റ് തീമിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒപ്പം നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ അത് വലിയ ഗുണം ആയിട്ടില്ല. നമ്മൾ നിന്നതിൻ്റെ ഇതായിരിക്കും കേട്ടോ. മുഖം ഫുള്ളും ഒരു ഡള്ളടിച്ച പോലെയൊക്കെ ഉണ്ടോ നമ്മളിതുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ നിന്നും എല്ലാവരും എത്തിയിട്ടുണ്ട്. കുഞ്ഞാവിയും ഷാഹിദും അമീനും പിന്നെ ഒരു അൻസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. വീഡിയോസിൽ ഞാൻ പരമാവധി എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ 2 തട്ടുള്ള മെയിനായിട്ടുള്ള കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈഗർലി ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്തിനാ ചേട്ടാ കേക്ക് കട്ട് ചെയ്ത് കേക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ടൈമും നല്ലോണം ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും രാത്രി സമയം കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിലും കൂടി പോകണല്ലോ. ആ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ റസാക്കാൻ്റെ പെങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞാവ് അതിൻ്റെ ഇടയ്ക്ക് പായസമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ ഇച്ചു അതിൻ്റെ ഇടയ്ക്ക് അവനക്ക് പഴമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പഴം കൊടുത്തു. പക്ഷെ അങ്ങനെ തന്നെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ മോനും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഷോപ്പത്തെ മോന് കേട്ടോ. അങ്ങനെ പിന്നെയും നമ്മളിങ്ങനെ കാത്തിക്കാണ്. പിന്നെ കുഞ്ഞാങ്കാക്കുണ്ട് കേട്ടോ. അപ്പം ഇനിയും നമ്മളെ കുറേ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരാനുണ്ട് കേട്ടോ. കുറേ വിശേഷങ്ങളിപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പം മെയിനായിട്ടുള്ള വിശേഷം ഞാൻ ഇപ്പം പറയുന്നില്ല, വീഡിയോയിൽ പറയാട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ മറ്റോ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പം കേക്ക് കട്ടിങ് തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മോളെ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. തൊപ്പി വെക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ തുടങ്ങാൻ നേരത്തേന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. പിന്നെ
സീക്വൻസും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സൈഡിൽ നിന്നിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ മുകളിലേക്കൊന്നും ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ മുമ്പ് കുറച്ച് അവരുടെ മൂന്നാളെയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളൊക്കെ കഴിക്കാൻ നേരത്ത് പിന്നെ ബാക്കിയുള്ളവരും ഫാമിലീസിനും ഒക്കെ വിളിച്ചിട്ട് പിന്നെയും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എസമോള് പിന്നെ ഒരുമാതിരി ചെറുതായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയപ്പം പിന്നെ ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പിന്നെ ഫീഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ കാക്കാൻ്റെ അടുത്താണ് കേട്ടോ എസമോൾ ഉള്ളത്. ആ ഒരു ടൈമിൽ ഞാനും കാക്കാൻ്റെ ഇപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ, നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും. കാരണം വലുതാവുമ്പം മക്കൾ വലുതാവുമ്പം അല്ലെ നമ്മളിപ്പം ഒരു ഏജിലെത്തുമ്പം ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ആ ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ ഇപ്പം എനിക്ക് എൻ്റെ ചെറുപ്പത്തിലത്തെ കേക്ക് മുറിച്ചതും അതുപോലെ തന്നെ ചെറുപ്പത്തിലുള്ള നിരങ്ങി നടക്കുന്നതും ഓടുന്നതൊക്കെയുള്ള ഫോട്ടോസ് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറേ ആൽബംസ് ഉണ്ട്, പണ്ടത്തെ കുറേ ആൽബംസ് ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണിക്കാൻ എനിക്കിപ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആ ഒരു ഹാപ്പിനെസ് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കും ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പം പരമാവധി നമ്മളെ മക്കളെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ചെറിയ ചെറിയ മെമ്മറീസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്ലിപ്സ് പോലെ നമ്മൾ എടുത്തു വെച്ചാൽ ഭാവിയിൽ അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അവർക്ക് മാത്രമല്ല നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും പരമാവധി ക്ലിപ്സ്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഫോട്ടോസ് ആയിട്ട് നമ്മൾ എന്താക്കുക എടുത്തിട്ട് സേവ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഗൂഗിളിലോ അതുപോലെ തന്നെ ഡ്രൈവിലായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകില്ല. പിന്നെ നമുക്ക് സേഫായിട്ടൊരു സ്ഥലത്തുണ്ടല്ലോ, മെയിലൊക്കെ ആക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനൊക്കെ അധികം അങ്ങനെയാണ് ഇപ്പം ചെയ്യല്. ഇപ്പം പിന്നെ നമ്മൾ ആൽബംസ് ഒന്നും പണ്ടത്തെ കാലത്ത് പോലത്തെ ആൽബംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. നമുക്ക് എല്ലാവർക്കും ഫോണുണ്ട്. ആദ്യത്തെ കാലത്തൊന്നും ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്തൊന്നും ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാമറ ഉണ്ടാവും. ഇപ്പോൾ ക്യാമറയിൽ ഉമ്മാൻ്റെ ഞങ്ങളെ ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെ നമ്മൾ ആൽബം ഉണ്ടാക്കിയിരുന്നു കേട്ടോ ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം നമ്മളെല്ലാവരും ഇന്നൊന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഇന്നും രതീഷ് ചേട്ടനോടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പേരൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേര് മാറിയിട്ട് പിന്നെ ഞാൻ തിരുത്തി പറഞ്ഞു. അപ്പോൾ അതൊക്കെ സംസാരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അങ്ങനെ കുറേ സംസാരിച്ചു. പിന്നെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കേക്ക് കട്ടിങ് കഴിഞ്ഞ പാടെ തന്നെ വേഗം ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകണം. പിന്നെ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാൻ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഫെസ ബേബി അതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങി ഞാൻ പറഞ്ഞല്ലോ കേക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ഓളെ ഫീഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾ ഉറങ്ങി. അപ്പോൾ റിനുവിൻ്റെ കയ്യിൽ പിന്നെ ഓളുണ്ട്. പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫാമിലീസിൻ്റെ ഒക്കെ ഒപ്പെടുത്ത് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ കുട്ടിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ, ലൈറ്റിൻ്റെ ഇതൊക്കെ ഇതാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ഷർട്ടാണ് കേട്ടോ രതീഷ് ഷർട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം ടേബിൾ കഴിഞ്ഞപ്പോൾ വേഗം ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ വീട്ടിലേക്ക് പോകണം എന്നുള്ള ഇതിൽ കഴിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ കേക്ക് കൊണ്ടുവരുമ്പോഴേന്നും വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് നേരം പിടിച്ചു. പിന്നെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മോശമല്ല, ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിൽക്കില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ആ ഒരു ടൈമിൽ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഫുഡ് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. നമ്മൾ ഇരുന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ കൊണ്ടിരുന്നത്. സച്ചു, റിച്ചു, മുത്തു, അതുപോലെ തന്നെ നമ്മൾ എൻ്റെ മുത്തച്ഛിമാർ, പിന്നെ ഇക്കൊക്കെ പിന്നെ ഞാൻ കഴിച്ചിട്ടായിരുന്നു കേട്ടോ. അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് എസൻ്റെ അടുത്തായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ പൊന്നൂൻ്റെ ഫോട്ടോഷൂട്ട് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവൾ ബർത്ത്ഡേൻ്റെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ വേഗം എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എസനെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് ഇക്കാക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എസനെയും എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. എസനെ കിടത്തിയിട്ട് കേട്ടോ, കമത്തി കിടത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പിന്നെ മുത്തച്ചിയും മൂന്നാമത്തെ മുത്തച്ചിയും അതുപോലെ തന്നെ എക്കിയും സെലിക്കാക്കിയും മുത്തുമൊക്കെ പിന്നെ ഇതാ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ സാജിക്കൊക്കെ ലാസ്റ്റ് ട്രിപ്പിലായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്, സാജിക്കും റസാക്കിയൊക്കെ. അപ്പം നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് അച്ചാറും ചൊല്ലാസും അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരിക്കൽ ഇട്ട് കൊടുക്കണോ വേണോ കുറച്ചും കൂടി ഇട്ടിട്ട് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേങ്കിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഒരു കഴിച്ച് വയറ് ഫുള്ളായി എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പിന്നെ ഇതാ ഇനിയിപ്പം കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഉള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റത്തെ കുറച്ച് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മക്കളൊക്കെ ലൈറ്റിൻ്റെ അടിയിൽ കളിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിലാണ് കേട്ടോ. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുഡ്. ഓന് കേക്ക് എൻ്റെ ചെറിയ പീസായിട്ടും കഴിച്ചു, വേറെ മുട്ടായി തിന്നു കേട്ടോ. ആ പാത്രത്തിലുണ്ടായിരുന്ന ആ ഒരു മുട്ടായി തിന്നിട്ടുണ്ട്, വേറെ ഒന്നും ആൾ കഴിച്ചിട്ടുണ്ട്. കാരണം ആൾക്ക് ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസമായിട്ട് നല്ല പനിയുള്ളതുകൊണ്ട് ആ പനീൻ്റെ ക്ഷീണം മൈദയ്ക്ക് മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഓന് വലിയ ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.